ആരംഭിക്കട്ടെ എന്ന സെന്റ് സെബാസ്റ്റ്യൻ ഫാമിലി യൂണിറ്റ് അവതരിപ്പിക്കുന്ന അത്ര പുതുപുത്തൻ ടോപ്പിക് അല്ലെങ്കിലും ഞങ്ങളുടെ മാത്രം ആശയങ്ങളിലൂടെയുള്ള ഒരു ചെറു ഹാസ്യ നാടകം വെഞ്ചരിപ്പിന്റെ കാണാപ്പുറം. കഥാ തിരക്കഥാ സംവിധാനം ബിബിജി, ശബ്ദമിശ്രണം മനു ജോൺ. ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ലൈറ്റ് കറക്റ്റാ. നമുക്ക് ഇവിടെ വീടെടുത്താലോ? ഓക്കെ. അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി. കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങി പോയി. കണ്ടിരുന്ന ചമ്പലത്ത് റാഞ്ചി കൊണ്ട് പോയി. തെക്ക് കൈമണലിൽ കൊണ്ട് ചെന്ന് വെച്ചേ. ഓ, തെറ്റിച്ച്. ഇത് എന്നെങ്ങനെ തീർക്കാൻ പറ്റുമോ? ആ, സെറ്റാക്കാം. പിള്ളേരെ ആ മുറിക്കൊക്കെ മാറിയിട്ട് ഞാൻ ഈ റൈസ് പാക്ക് 6 പാക്ക് ആക്കട്ടെ. ഓ, വീട് ലൊക്കേഷൻ ചേഞ്ച്. വാ പോവാം. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ ബൈസെപ്സ് കേവലമൊരു പിടിമണ്ണല്ല. അച്ചായ, നിങ്ങൾ ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാൻ റെഡിയായിട്ടോ. ഇനി കുറച്ച് ലിപ്സ്റ്റിക് കൂടി ഇട്ടാ മതി. എന്റെ പൊന്നച്ചായ, നിങ്ങളോട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഈ കസർത്തൊക്കെ ഒരു പാന്റ് ഇട്ടുകൊണ്ട് കാണിക്കാൻ. ഈ മൂന്നെടുക്കുമ്പോ കിട്ടുന്ന സുഖമൊന്നും പാന്റ് ഇട്ടാ കിട്ടില്ല മോളെ. ഇതാകുമ്പോ നല്ല വായു സഞ്ചാരമുണ്ട്. നിങ്ങളുടെ ഒരു വായു സഞ്ചാരം പറഞ്ഞ പോലെ നീ ഇതെങ്ങോട്ടാ? ഓ, ഇന്നായിരുന്നു അലക്സിന്റെ പരിപാടി. എന്തായാലും കൊള്ളാം, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അത് പിന്നെ എനിക്കറിയില്ലേ ഞാൻ സൂപ്പറാണെന്ന്. എന്നാലേ ഇതല്ല. ഇന്ന് വികാരിച്ചും വീട് വെഞ്ചരിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ ഇത്ര വേഗം മറന്നോ? അതെന്നായിരുന്നു? ആ, അതിന്നായിരുന്നു. എനിക്കിന്ന് വേറെ ഉണ്ടെന്ന് 24 മണിക്കൂറും ഫോണിൽ വിളിച്ചു. എപ്പോ നോക്കിയാലും ഡാൻസ് റീൽസ്. റേച്ചലേ, റബേക്ക, റബേക്ക, ഒരു 5 മിനിറ്റ് മമ്മി, ഇതിപ്പോ കഴിയും. സമയം 3:45. 4 മണിയാകുമ്പോ അച്ഛനെങ്കിൽ എത്തും. പോയി റെഡിയാവും രണ്ടും. മക്കളെ, മമ്മി പറയുന്നതൊക്കെ വേഗം പോയി റെഡി അവരുണ്ടാവും. കണ്ട, ഒരു വക പറഞ്ഞനുസരിക്കില്ല രണ്ടും. അത് പിന്നെ എങ്ങനാ? വിത്ത് ഗുണം 10. തളയെ കണ്ടല്ലേ മക്കൾ പഠിക്കണേ. ഒരുങ്ങി നിക്കണം കണ്ടില്ലേ? ഇങ്ങോട്ട് മാറും മനുഷ്യ. എന്താ എന്താ എന്റെ ഒരുക്കത്തിനൊരു കുഴപ്പം? ഈ നേരത്തെ വായിന്നൊന്നും കേൾക്കണ്ട. ഓ, തുടങ്ങി രണ്ടാണ്. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. മാറങ്ങോട്ട്. വാ ചായ, നിങ്ങൾ വന്ന് റെഡിയാവും. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? അല്ലെങ്കിൽ ഈ വീട് അവൾ തൂക്കത്തുമില്ല, തുടക്കത്തുമില്ല. ഇതിപ്പോ അച്ഛനെ കാണിക്കാൻ വേണ്ടി വീട് മുഴുവൻ ആളെ നിർത്തി തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പൊങ്കച്ചത്തിന് ഒരു കുറവുമില്ല. ഇനിയിപ്പം എന്തൊക്കെ കാണണം എന്റെ ഭർത്താവേ. മുഹൂർത്ത സമയത്ത് ഒരുങ്ങാൻ പോയേക്കുന്ന എല്ലാം കൂടെ. ജെയിംസേ, ദേ അച്ഛനിങ്ങ് എത്തിയെന്ന് തോന്നുന്നു. ആ വാതിലൊന്ന് തുറക്ക്. സൂസ, അച്ഛനെത്തിന്നാ തോന്നണേ. അച്ചായ, എന്റെ മേക്കപ്പ് ഒക്കെ ഓക്കെ അല്ലേ? അതിന് അച്ഛൻ വരുന്നത് വീട് വെച്ചിരിക്കാനല്ലേ, നിന്നെ പെണ്ണ് കാണാനൊന്നുമല്ലല്ലോ. ഓ, ഗുഡ് ഈവനിങ് അച്ഛാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജെയിംസേ. അച്ഛാ. ആ, സോസാമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ? ആ, അങ്ങനെ പോകുന്നു അച്ചോ. കഴിഞ്ഞ മാസം രണ്ടാമത്തവന്റെ വീട്ടിലായിരുന്നു. അവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ 1 മാസം കൂടെ നിൽക്കണം. അവൻ ഒരേ വാശി. പിള്ളേരുടെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇതിപ്പം ഇങ്ങോട്ട് വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. വീടൊക്കെ എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ.
ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായി ചെയ്തിരിക്കുന്നു. നല്ല ഒരുക്കമല്ലേ വർക്കി? നല്ല ഒരുക്കം. അതെ അച്ഛാ, ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്ന് സൂസ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളൊക്കെ വെഞ്ചരിപ്പിന് മുന്നോടിയായിട്ട് വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്ന ഒരു പാരമ്പര്യമില്ലേ, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ മക്കളൊക്കെ എന്ത് ചെയ്യും? മൂത്തവൻ കഴിഞ്ഞ ആഴ്ച ഫർദർ സ്റ്റഡീസിനും പറഞ്ഞ് ഓസ്ട്രേലിയക്ക് പോയി അച്ഛാ. ബാക്കി രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്. റേച്ചൽ, റബേക്ക, ദേ അച്ഛനെത്തി. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മക്കളെ. ആ ഫോൺ കുറച്ചേരം ഒന്ന് മാറ്റി വെക്കും മക്കളെ. വർക്കിയേ. ഉവ്വ്. മക്കളെ, നിങ്ങളിപ്പോ പള്ളിയിലൊന്നും കാണാറേ ഇല്ലല്ലോ. നിങ്ങളൊന്നും ഇവിടെ ഇല്ലേ? അച്ഛാ, ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല അച്ഛാ. ഫുൾ ടൈം ബിസിയാ. ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ 100K ഫോളോവേഴ്സ് ഉണ്ട്. ഒരു ദിവസം റീലിട്ടില്ലെങ്കിൽ അവരൊക്കെ സാഡ് ആവച്ചോ. അച്ഛൻ ഇൻസ്റ്റയിലുണ്ടാ? ഇല്ലല്ലോ മോളെ. എന്റെ അച്ഛ ഫേമസ് ആകാൻ ഇതിനും വലിയ വഴി വേറൊന്നുമില്ല. അച്ഛനെ വേണം ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി തരാം. അച്ഛൻ റോക്സ്, അത് കുറിക്കും. പൊളിക്കും. എന്റെ പൊന്നു മക്കളെ, തൽക്കാലം അച്ഛൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ നിങ്ങൾ ഇത്രയൊക്കെ ആക്റ്റീവായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ കാറ്റഗറിസ് കൊണ്ട് പഠിപ്പിക്കാനായിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ വന്നുകൂടി? അയ്യോ, അത് പറ്റില്ല. എനിക്ക് വേറെ ഓൺലൈൻ സൂപ്പർ ക്ലാസ് ഉണ്ട്. അച്ഛനാണെങ്കിൽ ജോയിൻ ചെയ്യട്ടോ. നമുക്ക് നല്ല ഹെൽപ്പിയാ. എനിക്കും ജോയിൻ ചെയ്യാൻ പറ്റുമോ റേച്ചലേ? ആ, പിന്നെന്താ? വർക്കിയേ. ഉവ്വച്ചോ. ഇത് മോളെ, ഈ നല്ല ആരോഗ്യം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനം കൂടിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? ആ ബൈബിളിൽ എടുക്കാമോ മക്കളെ? എനിക്കറിയില്ല. ആ മമ്മിയോട് ചോദിക്കും. ബൈബിൾ എവിടെയാണെന്ന് ആർക്കും വലിയ പിടിയില്ലാന്ന് തോന്നച്ചോ. വർക്കിയേ. ഉവ്വേ. അതിന് ബൈബിളൊന്നും ഇവിടെ ആരും കൈകൊണ്ട് തൊടാറില്ല അച്ചോ. ആർക്കും അതിനൊക്കെ നേരം. ഇതാ ബൈബിൾ. സൂസ, എന്താ അച്ചോ? ഒരു തൂവല തരാമോ? അതിനെന്താ അച്ചോ, ഇപ്പൊ തരാലോ. അച്ഛനെന്താ ഇവിടെ പഠിക്കാൻ പോകുന്നെങ്കിൽ തോന്നണേ. നമുക്കിത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലിട്ട് വൈറലാക്കാം. ഇതാ അച്ചോ തൂവാല. കർത്താവേ, ഈ പാവകളൊന്ന് പൊറുക്കണമേ. അയ്യേ, ഇത് അത്ഭുതമൊന്നുമല്ല. ഇതിപ്പോ വൈറലാക്കാൻ നോക്കി നമ്മൾ എയറിലായേ. വേറെ ഡിലീറ്റാക്കിക്കോ. ഈ വീടൊക്കെ നിങ്ങൾ ഇത്ര ഭംഗിയായിട്ട് വൃത്തിയാക്കിയല്ലോ. ഈ ബൈബിൾ കൂടി ഒന്ന് തുടച്ചു വെച്ചുകൂടെ? എന്തൊരു പൊടിയാണത്. എന്തുവാണ് ജെയിംസേ, ആ ബൈബിൾ ഒന്ന് തുടച്ചു വെച്ചുകൂടെ? വർക്കിയേ. ഉവ്വ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ഡയമണ്ട് നെക്ലസിന്റെ കാർഡ്. അച്ചായ, ദേ ഞാൻ അന്വേഷിച്ചായിരുന്നു എന്റെ ഡയമണ്ട് നെക്ലസിന്റെ കാർഡ് കിട്ടി. എന്റെ പൊന്നച്ച, കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഈ കാർഡ് തപ്പാൻ ഈ വീട്ടിൽ ഒരിടവും ബാക്കിയില്ല. എന്നാലും എന്റെ കർത്താവേ, ഞാൻ തേടി നടന്ന ഈ കാർഡ് ഏറ്റവും സേഫ് ആയിട്ട് തന്നെ നീ കാത്തു സൂക്ഷിച്ചല്ലോ. നാളെ തന്നെ എന്റെ നെക്ലസ് മാറ്റി കഴിക്കണം. ബലൂടിപ്പുള്ളവരായി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പ്രാർത്ഥന തുടങ്ങിയാലോ? ഒരു പാട്ട് പാടിക്കേ മക്കളെ. അലക്സ, പ്ലേ ക്രിസ്ത്യൻ സോങ്സ്. അലക്സ, സ്റ്റോപ്പ്. എന്റെ മക്കളെ, മാതാവിന് ഒരു പാട്ട് അമ്മേ അമ്മേ തായി അത് പാട്. എന്നാ ശരി ജെയിംസേ, ഞങ്ങളിന്ന് ഇറങ്ങിക്കോട്ടെ. അയ്യോ അച്ഛാ, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇൻഡോ ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. ഓക്കെ അച്ഛാ, എന്നാ നമുക്കൊരു 5 മിനിറ്റ് നിന്നാലോ?
വർക്കി, നമുക്ക് ഒരുപാട് വീടുകൾ വെഞ്ചരിക്കാനുള്ളതല്ലേ? നീ അടുത്ത വീട് ഏതാ? ആ ജോസിന്റെ മേരിയുടെ വീട് അയച്ചോ, നമുക്ക് അങ്ങോട്ട് പോവാം. മക്കളെ, നിങ്ങളെല്ലാവരും റെഡിയായില്ലേ ഇതുവരെ? അച്ഛൻ ഇപ്പൊ വരും കേട്ടോ. മേരി, ഈ തിരിയുടെ വെച്ചാ പോരെ? അത് ബൈബിളിന്റെ അടുത്ത് വെച്ചാ മതി ജോസേട്ടാ. എടി, ഈ അച്ഛൻ വന്നു തോന്നുന്നു. ആ അച്ഛനോ? ഈശ്വരേക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ വർക്കിയുണ്ടോ കൂടെ? കയറി വരൂ. ഇന്ന് ഞാൻ എല്ലാവരെയും പള്ളിയിൽ കണ്ടിരുന്നു. അപ്പച്ചനമ്മച്ചൊക്കെ എവിടെ ജോസേ? അവരിവിടെ ഇല്ല അച്ഛാ. അവർ കുറച്ചു ദിവസത്തേക്ക് ചേട്ടന്റെ വീട്ടിൽ പോയേക്കാണ്. അച്ഛാ, ഇതാ വെള്ളം. വർക്കി, ഇതാ വെള്ളം. ഭയങ്കര ചൂടൊക്കെ അല്ലേ? കുടിക്കാൻ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും. വർക്കേ, അല്ല, കഴിക്കാനൊന്നും ഇപ്പൊ എടുക്കണ്ടെന്ന് പറയാറുണ്ട് അച്ഛോ. അതൊക്കെ ഉണ്ടോ വർക്കി? ഈ വെഞ്ചിരിപ്പൊന്ന് കഴിഞ്ഞോട്ടെ. അച്ഛാ, ജോസേട്ടന്റെ പെങ്ങൾ അന്നക്കുട്ടി സിസ്റ്റർ വന്നിട്ടുണ്ട്. സിസ്റ്റർ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. അന്ന സിസ്റ്ററെ. ഇടി അന്ന നീയോ? സിസ്റ്ററിന്റെ വേഷത്തിൽ നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. വർക്കി, അന്ന ഇപ്പോൾ സിസ്റ്ററാണ് കേട്ടോ. കുറച്ച് ബഹുമാനമൊക്കെ ആകാം. അതൊന്നും അങ്ങനെ അല്ല അച്ഛാ. ഞാനും അന്നേക്ക് ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് പഠിച്ചു വളർന്നവനാ. അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓ, അത് ശരി, അങ്ങനെയാണ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സിസ്റ്ററെ. സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോ നോർത്തിലാണ് അച്ഛാ, മിഷന്റെ ഭാഗമായിട്ട്. വെല്ലുവിളികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ് എന്നറിയാം ഇപ്പോൾ മിഷൻ പ്രവർത്തനം. എന്നാലും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം അച്ഛാ. അതൊക്കെ ഇരിക്കട്ടെ ജോസേ. മക്കളൊക്കെ എവിടെയാ? മൂത്ത രണ്ടുപേരും യൂണിവേഴ്സിറ്റിയിലാ, ബാക്കിയെല്ലാവരും ഇവിടെ ഉണ്ട്. മക്കളെ, ദേ അച്ഛൻ വന്നോട്ടോ. എല്ലാവരും ഇങ്ങോട്ട് വന്നേ. ഇതിനൊരു അവസാനമില്ലേ? ഓ അച്ഛോ, മക്കൾ ദൈവത്തിന്റെ ദാനമല്ലേ ഭക്തി. ദൈവം അവർക്ക് മക്കളെ നൽകി, അവരത് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അതെ, അത് ശരിയാണ് അച്ഛാ. ഈ ഓരോ മക്കളും ഞങ്ങൾക്ക് ദൈവം തന്ന സമ്മാനങ്ങളാണ്. ഇവരുടെ കളിയും ചിരിയും ഇവരെ പഠിപ്പിക്കുന്നതും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മക്കൾ ഒരിക്കലും ഒരു ഭാരമായി തോന്നിയിട്ടില്ല. മേരി പറഞ്ഞത് വളരെ ശരിയാണ്. കുഞ്ഞുങ്ങളെ ഭാരമായി കാണുന്ന ഒരു പുതുതലമുറ വളർന്നു വരുന്ന കാലഘട്ടമല്ലേ ഇത്. അവർക്കെല്ലാം ഇവര് നല്ലൊരു മാതൃകയാണ്. ഒരുപാട് സന്തോഷം. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ജോഷുവ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അച്ഛൻ ഇവരൊക്കെ അറിയില്ലേ? അത് പിന്നെ എനിക്ക് അറിയില്ല ജോസേ. ഇവരൊക്കെ നല്ല ആക്റ്റീവും കാറ്റഗറിസത്തിലൊക്കെ നല്ല നന്നായിട്ട് പഠിക്കുകയും ചെയ്ത കുട്ടികളല്ലേ? അത് ശരിയാ അച്ഛാ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മക്കൾ എല്ലാവരും നന്നായി പഠിക്കും. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു മാതാവിന്റെ പാട്ട് പാടി തുടങ്ങാം. പ്രിയപ്പെട്ട ജോസേ, മേരി, നിങ്ങളെല്ലാ ഒരുക്കങ്ങളും നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വെഞ്ചിരി എനിക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി അച്ഛാ. നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ. ഓരോ ഭവന വെഞ്ചരിപ്പുകളും ദൈവാനുഗ്രഹപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകളോടും ഒരുക്കത്തോടും കൂടിയാണ് നാം ഇതിനെ സ്വീകരിക്കേണ്ടത്. വീടും പരിസരവുമൊക്കെ ഭംഗിയായി വൃത്തിയാക്കി അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച് മാനസികമായി കൂടി ഒരുങ്ങിയാണ് നമ്മുടെ പഴയ തലമുറ ഓരോ ഭവനവഞ്ചരിപ്പുകളെയും സ്വീകരിച്ചിരുന്നത്. നമ്മളെയും നമ്മുടെ ഭവനത്തെയും ഒക്കെ
പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നുമൊക്കെ പരിപാലിക്കുവാൻ വെഞ്ചരിപ്പിലൂടെ ലഭിക്കുന്ന ദൈവിക സാന്നിധ്യത്തിന് കഴിയുമെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വെഞ്ചരിപ്പുകളെ അതിൻ്റെ പവിത്രതയോടും വിശുദ്ധിയോടും കൂടി സ്വീകരിക്കുന്ന ജോസിനെയും മേരിയെയും പോലെയുള്ള വലിയ സമൂഹം നമ്മുടെ സഭയിൽ ഇപ്പോഴും ഉണ്ട് എന്ന കാര്യം തികച്ചും സന്തോഷപ്രദമാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു ചെറിയ സമൂഹം, ജെയിംസിനെയും സൂസനെയും പോലെയുള്ളവർ ഇതിനെ സ്വതവേ ലാഘവത്തോടെ കാണുന്നുവെന്ന കാര്യവും തികച്ചും നിരാശാജനകമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ മാനസാന്തരത്തിനായി. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.